ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് വരുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചേക്കും എന്നതാണ് അപ്ഡേറ്റ്. പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ N വാസുവിന്റെയും സുതീഷിന്റെയും ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കുന്നു. സഫ്വാൻ VP വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സഫ്വാൻ, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പത്മകുമാറിൽ നിന്നും ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് SITക്ക്. അങ്ങനെ വരുമ്പോൾ പോറ്റിയെയും പത്മകുമാറിനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. SITയുടെ ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമുണ്ടായ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഇനി എന്തൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പത്മകുമാറിനായി ഇന്ന് SIT കസ്റ്റഡി അപേക്ഷ നൽകുമെന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പത്മകുമാറിനെയും ഒക്കെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ SITക്ക് നടക്കാനും ചെയ്യാനുമുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇന്ന് സഫാൻ, അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇപ്പോൾ സ്വർണ്ണപ്പാളി കേസിൽ, സ്വർണ്ണക്കൊള്ള കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പത്മകുമാറിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ആറന്മുളയിലെ വീട്ടിൽ SIT സംഘം പരിശോധന സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. പത്മകുമാറിന്റെ സ്വത്ത് സമ്പാദനം, അദ്ദേഹത്തിന്റെ വിദേശ യാത്രകൾ എന്നൊക്കെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പത്മകുമാറിനെ കോടതി ഇന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി കോടതിയെ SIT പ്രത്യേക അന്വേഷണ സംഘം സമീപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് എന്നിവരുടെ ജാമ്യ അപേക്ഷയും കോടതി പരിഗണിക്കുന്നുണ്ട്. ഇക്കാര്യമാണ് നിർണായകമായിട്ട് ഇന്ന് ഉള്ളത്. 2019 മാർച്ച് നടന്ന ഒരു ദേവസ്വം യോഗത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ ഈ ദേവസ്വം ബോർഡ് അനുമതി നൽകിയത്. അന്ന് ഈ സ്വർണത്തിന് പകരം ചെമ്പ് എന്ന് പത്മകുമാർ എഴുതിയതാണ് ഇത്തരത്തിലൊരു വലിയ കൊള്ളക്ക് കാരണമായത് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി കൂടി SIT ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ഭാഗമായി KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി SIT നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരെ 2-3 തവണയായി കഴിഞ്ഞ തവണ ചോദ്യം ചെയ്തിരുന്നു. ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ കേസിൽ 2019 അന്നത്തെ ദേവസ്വം ബോർഡ് പ്രതിയാണ്. സാങ്കേതികമായിട്ട് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ പ്രതികളാവുന്നതും അങ്ങനെയാണ് ഈ കേസിൽ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് ഈ കേസ് വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവരെ കൂടി ഇനി കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ അന്നത്തെ ഇടപാട് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ മാപ്പ് സാക്ഷിയാക്കി അന്വേഷണം മുന്നോട്ട് പോകാനാണ് SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ട് പോക്ക്. അതിന് അപ്പുറത്തേക്ക് നടൻ ജയറാമുമായി ബന്ധപ്പെട്ട് ഈ വിവാദത്തിൽ കടന്നു വന്നിരുന്നു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലേക്ക് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതും അവിടെ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും അന്ന് ജയറാം നൽകിയ വിശദീകരണം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ പൂജക്ക് കൊണ്ടുവന്നപ്പോൾ സ്വീകരിച്ചതിനപ്പുറത്തേക്ക് തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നായിരുന്നു. ഈ സംഭവത്തിൽ തന്നെ നടൻ ജയറാമിന്റെ മൊഴിയെടുത്ത് ജയറാമിനെ സാക്ഷിയാക്കാനും അന്വേഷണ സംഘം ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ അന്വേഷണ സംഘം കടക്കുന്നത്. ജിൽസി സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും അടക്കമുള്ള കാര്യങ്ങളും SIT ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ ഉന്നതിയിലേക്ക് ഈ കേസുമായി
സർക്കാരുമായി ബന്ധപ്പെട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു കണക്ക് കൂട്ടലിലാണ് പ്രതീക്ഷയിലാണ് ഈ SIT ഉള്ളത്. മറ്റത് സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഈ സർക്കാരിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പത്മകുമാറിന്റെ മൊഴി. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്.